യൂദയുടെ ലേഖന പഠന പരമ്പരയാണ് ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 15 ക്ലാസ്സുകൾ ഇതിനോടകം പൂർത്തിയാക്കി കഴിഞ്ഞു. ഇന്ന് 16ാമത്തെ ക്ലാസ്സിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. അതിൻ്റെ ഏതാണ്ട് കൺക്ലൂഷനിലേക്ക് എത്തുന്നു എന്ന് നമുക്ക് പറയുവാനായിട്ട് കഴിയും. കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത്. അവിടെ പ്രധാനമായിട്ടും നമ്മുടെ ആത്മീക വർധന വരുത്തണം, ബിൽഡിങ് അപ്പ് യുവർ സെൽഫ്, നിങ്ങളെ തന്നെ പണിയണം എന്നുള്ള കാര്യമാണ് നമ്മളവിടെ പ്രധാനമായിട്ടും കണ്ടത്. അത് എങ്ങനെ പണിയണം? വചനത്താൽ പണിയണം. പാറമേൽ പണിത കെട്ടിടം പോലെ വചനം അനുസരിക്കുന്നവർ, അത് ചെയ്യുന്നവർ പാറമേൽ പണിത കെട്ടിടം പോലെയാണ്. അങ്ങനെ നമ്മൾ വചനത്താൽ നമ്മെ തന്നെ പണിയണം. മറ്റൊരു കാര്യം നമ്മൾ ചിന്തിച്ചത്, പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മെ തന്നെ പണിയണം. ഈ 2 കാര്യങ്ങൾ ചിന്തിച്ചു. അടുത്ത് അതിനോടൊപ്പം ചേർന്ന് വരുന്ന 3ാമത്തെ കാര്യമാണ് നമ്മളിന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കരുണയ്ക്കായി അല്പം കൂടെ മുന്നോട്ട് ചേർത്ത് വായിക്കണമല്ലോ, 21ാമത്തെ വാക്യത്തിൻ്റെ ഭാഗമാണ്. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും, അടുത്തത് നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇതാണ് പണിയേണ്ടതിൻ്റെ 3ാമത്തെ ഘടകം, അല്ലെങ്കിൽ നമ്മെ തന്നെ ആത്മീക വർധന വരുത്തുന്നതിന് നാം ചെയ്യേണ്ട കാര്യത്തിൽ 3ാമത് വചനത്താൽ നമ്മെ പണിയണം, പ്രാർത്ഥനയാൽ പണിയണം. അടുത്ത് നമ്മെ തന്നെ സൂക്ഷിക്കണം. പണിയുന്നതിനോടൊപ്പം നമ്മൾ തകർന്നു പോകാതെ നമ്മെ തന്നെ സൂക്ഷിക്കണം. അതെങ്ങനെ സൂക്ഷിക്കണമെന്നവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. കീപ് യുവർ സെൽഫ് ഇൻ ദ ലവ് ഓഫ് ഗോഡ്, ലുക്കിംഗ് ഓർ വെയിറ്റിംഗ് ഫോർ ദ മേഴ്സി ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് അൻടു എറ്റേണൽ ലൈഫ്. നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഇത് ശരിക്കും ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്ന് ഞാൻ ആദ്യം ചിന്തിച്ചു പോയി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പോരായിരുന്നു. ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ അങ്ങ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ പോരെ എന്ന് ചിന്തിച്ചു. പക്ഷേ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ ഈ ദൈവസ്നേഹത്തിൻ്റെ വിവിധ വശങ്ങൾ പല ലേഖനങ്ങളിലും സുവിശേഷങ്ങളിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് ഇവിടെ യൂദ ദൈവസ്നേഹത്തിൽ നമ്മെ സൂക്ഷിക്കേണ്ട കാര്യം ഇവിടെ വ്യക്തമാക്കുന്നത്. ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹത്തിൻ്റെ കരവലയത്തിൽ നിന്നും നമ്മൾ തെറ്റിപ്പോകാതെ, അല്ലെങ്കിൽ അകന്നു പോകാതെ നാം സൂക്ഷിക്കണം. ദൈവസ്നേഹത്തിൻ്റെ കരവലയത്തിൽ നിന്നും നാം തെറ്റിപ്പോകുവാൻ, അകന്നു പോകുവാനുള്ള സാധ്യതകളുള്ള ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. അങ്ങനെ സംഭവിക്കാതെ നാം നമ്മെ തന്നെ സൂക്ഷിക്കണം. സൂര്യനെ സംബന്ധിച്ചിടത്തോളം, ജെറമി എന്നുകൊണ്ട് ചില ചോദ്യങ്ങൾ ഇടയ്ക്ക് നമുക്ക് ജെറമിയോട് ചോദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സൂര്യനെ സംബന്ധിച്ച് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? സൺ എന്താ പ്രത്യേകത? പ്രകാശം. പ്രകാശം. ഞാൻ ഉദ്ദേശിച്ച ഉത്തരം തന്നെ കിട്ടി. അത് എപ്പോഴും ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുക അല്ലേ? സൂര്യൻ എപ്പോഴെങ്കിലും പ്രകാശിക്കാതിരിക്കുന്നുണ്ടോ? നമുക്ക് ചിലപ്പോൾ സൂര്യൻ്റെ പ്രകാശം കിട്ടാത്ത സമയമാണ് രാത്രി, എന്നാൽ മറ്റൊരു ഭാഗത്ത് സൂര്യൻ്റെ പ്രകാശം എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നു. സൂര്യൻ ഇങ്ങനെ എപ്പോഴും പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാക്കുന്നുണ്ടോ? സൂര്യൻ ഇങ്ങനെ കത്തിജ്വലിച്ചു കൊണ്ടിരിക്കുന്നത് പോലെ, എല്ലാവരിലേക്കും ഈ പ്രകാശം ഇങ്ങനെ പരത്തുന്നത് പോലെ ദൈവത്തിൻ്റെ സ്നേഹം എപ്പോഴും അനുനിമിഷവും നമ്മിലേക്ക് പകർന്നു കൊണ്ടിരിക്കുകയാണ്. ഇത് ഏതുവരെ തുടരും ഈ ദൈവത്തിൻ്റെ സ്നേഹം? ഏതുവരെ തുടരും? ഏറ്റവും അതാണ് നിത്യതയോളം. ഇപ്പോഴും മാത്രം നമ്മുടെ ജീവിത അവസാനം, ഈ ഭൂമിയിലെ ജീവിത അവസാനം വരെ അല്ല ഈ സ്നേഹം ഇങ്ങനെ നമ്മിലേക്ക് പകർന്നുകൊണ്ടിരിക്കുന്നത്. അത് നിത്യതയിലും തുടരുകയാണ്.
ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതാണ്. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇത് മൂന്നും വലുതാണ്. പക്ഷെ ഇതിൽ ഏറ്റവും വലുതോ, ഇത് മൂന്നും നിലനിൽക്കുന്നതാണ്. ഇതിൽ ഏറ്റവും വലുത് സ്നേഹമാണ്. എന്തുകൊണ്ട് സ്നേഹത്തെ ഏറ്റവും വലിയ ഒന്നായിട്ട് അവിടെ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖകൻ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, വിശ്വാസവും പ്രത്യാശയും നമ്മുടെ ജീവിത അവസാനം, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് വരെ മാത്രം മതി. അത് കഴിഞ്ഞ് നമുക്ക് വിശ്വാസം വേണ്ട, പ്രത്യാശ വേണ്ട. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം അത് കഴിഞ്ഞും ഉള്ളതാണ്. നിത്യസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ചു എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. നിത്യസ്നേഹമാണ്. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ മാത്രം വിശ്വാസവും പ്രത്യാശയും നമ്മിൽ മതി. എന്നാൽ സ്നേഹമെന്ന് പറയുന്നത് നിത്യതയിലും തുടരുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ ആണെന്ന് തോന്നുന്നു. 1-ാമത്തെയോ 2-ാമത്തെയോ വാക്യത്തിലാണ് ഞാൻ പലപ്പോഴും ഇവിടെ ഓർപ്പിച്ചിട്ടുള്ളതാണ്. ലോകത്തിൽ, ആ മലയാളത്തിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ അല്പ വ്യത്യാസമുണ്ട്. അതിൻ്റെ ശരിയായ ട്രാൻസ്ലേഷനാണ് ഞാൻ പറയുന്നത്. ലോകത്തിൽ തനിക്കുള്ളവരെ എപ്പോഴും സ്നേഹിച്ച കർത്താവ് അവസാനത്തോളം അവരെ സ്നേഹിക്കുന്നു. മലയാളത്തിൽ അല്പം വ്യത്യാസത്തിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൻ്റെ തർജ്ജിമ, ശരിയായിട്ടുള്ള തർജ്ജിമ ഇപ്രകാരമാണ്: ലോകത്തിൽ തനിക്കുള്ളവരെ എപ്പോഴും സ്നേഹിച്ച കർത്താവ് അവസാനത്തോളം അവരെ സ്നേഹിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സ്നേഹമാണ് നമ്മിൽ പകർന്നിരിക്കുന്നത്. അപ്പോൾ ഈ ദൈവസ്നേഹത്തിൽ നമ്മൾ നിലനിൽക്കുന്നതിനെയാണ് ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ കാര്യം എളുപ്പം മനസ്സിലായി കാണുമായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് ഇങ്ങനെ, അതിന് യാതൊരു കുഴപ്പവുമില്ല. പക്ഷേ ആ സ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ആ സ്നേഹത്തിൽ നാം നിലനിൽക്കണം. അത് മാത്രം മതിയോ? ആ സ്നേഹത്തിൽ നാം നിലനിന്നാൽ മാത്രം മതിയോ? പോരാ. ഈ സ്നേഹം നമ്മിൽ നിന്ന് ബഹിർഗമിക്കണം. ചന്ദ്രൻ്റെ പ്രത്യേകത എന്താ? ജനമയോടാണ് ചോദ്യമൊക്കെ എന്ന് പേടിക്കണ്ട. ചന്ദ്രൻ്റെ മൂൺ, അതിൻ്റെ പ്രത്യേകത എന്താ? ജനമയുടെ ചേച്ചിക്ക് പറയാം, അബിഗയിൽ. ലൈറ്റ് കുറവാണ്. ഓക്കെ. അതിന് സ്വയം പ്രകാശമില്ല, സെൽഫ് ഗ്ലോയിങ് അല്ല. പിന്നെ എങ്ങനെയാണ് അതിൻ്റെ പ്രകാശം കിട്ടുന്നത്? സൂര്യൻ്റെ പ്രകാശം അതിൽ തട്ടി പ്രതിഫലിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സൂര്യൻ്റെ പ്രകാശം ഇങ്ങനെ നമ്മിൽ അനുസ്യൂതം പകർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്നേഹം നമ്മിൽ നിറഞ്ഞു നിൽക്കുകയും അതിൽ നമ്മൾ നിലനിൽക്കുകയും ചെയ്യണമെന്ന് മാത്രമല്ല, ആ സ്നേഹം നമ്മിൽ നിന്ന് ബഹിർഗമിക്കണം. എന്നാലേ ശരിക്കുമുള്ള ആ സ്നേഹത്തിലെ സൂക്ഷിപ്പ് ആകുകയുള്ളൂ. ഈ സ്നേഹം നമ്മിൽ നിന്ന് ബഹിർഗമിക്കണം. എങ്ങനെ അത് മറ്റുള്ളവരെ കൂടെ ഈ സ്നേഹവലയത്തിലേക്ക് ആകർഷിക്കണം. മറ്റുള്ളവരെ കൂടെ ഈ സ്നേഹവലയത്തിലേക്ക് ആകർഷിക്കണം. നാം തന്നെ തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം ഈ സ്നേഹത്തിൽ ഞാൻ നിങ്ങളെ അവസാനത്തോളം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു കൽപ്പന കൊടുക്കുന്നുണ്ട്. 13-ാം അധ്യായം 34-ാമത്തെ വാക്യത്തിൽ, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണമെന്നൊരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. എങ്ങനെ സ്നേഹിക്കണം? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം. എന്നിട്ട് വീണ്ടും പറയുക, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയും. അപ്പോൾ നമ്മിലേക്ക് ഈ ദൈവസ്നേഹം പകർന്നിരിക്കുന്നത് അത് നമ്മുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാനല്ല. അത് തന്നെ ഒരു കൽപ്പനയായിട്ട് പറയുകയാണ്. എന്താ? നിങ്ങൾ തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കണം. അത് പുതിയ ഒരു കൽപ്പനയായിട്ടാണ് തരുന്നത്. പഴയ നിയമത്തിലുണ്ട്, കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം. അത് കൂട്ടുകാരനെ സ്നേഹിച്ചാൽ മതി, അത് നിന്നെപ്പോലെ സ്നേഹിച്ചാൽ മതി. ഇവിടെ അതല്ല, അതിനെ കുറച്ചും കൂടെ വളരെ വിസ്താരമാക്കിയിരിക്കുകയാണ്. നിങ്ങൾ കൂട്ടുകാരനെ സ്നേഹിച്ചാൽ പോരാ, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം. അതുപോരാ, എങ്ങനെ സ്നേഹിക്കണം? ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കണം.
സ്നേഹിതന് വേണ്ടി ജീവൻ വച്ചുകൊടുക്കുന്നതിലും വലുതായ സ്നേഹം ഇല്ല എന്ന് യോഹന്നാൻ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നമുക്ക് വേണ്ടി ജീവൻ തന്ന ആ സ്നേഹം, അതുപോലെ നാം തമ്മിൽ സ്നേഹിക്കണം. അങ്ങനെ തമ്മിൽ സ്നേഹിക്കുമ്പോൾ ഉണ്ടാകുന്ന എഫക്റ്റ്, അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ അത് ലോകം അറിയും. എന്തറിയും? ഇവർ കർത്താവിൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകമറിയും. കർത്താവിൻ്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയാനുള്ള ഏറ്റവും പ്രധാനമായ, ഏറ്റവും ആത്യന്തികമായ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നാം തമ്മിൽ സ്നേഹമുള്ളവരായിരിക്കണമെന്നുള്ളത്. ഈ സ്നേഹം ഇങ്ങനെ നമ്മിൽ നിന്നും പ്രതിഫലിക്കുമ്പോൾ അതിനാൽ ആകർഷിക്കപ്പെട്ട് ക്രിസ്തുവിൻ്റെ സ്നേഹവലയത്തിലേക്ക് ആൾക്കാർ കടന്നു വരും. ഈ സ്നേഹം, ഞാൻ പറഞ്ഞല്ലോ, കർത്താവ് നമ്മെ സ്നേഹിച്ചതുപോലെ നാം തമ്മിൽ സ്നേഹിക്കണം. യോഹന്നാൻ തൻ്റെ ലേഖനം എഴുതുമ്പോൾ സ്നേഹത്തെക്കുറിച്ച്, അപ്പോസ്തലനായ യോഹന്നാനാണ് യോഹന്നാൻ സുവിശേഷം എഴുതിയത്. തൻ്റെ ലേഖനം എഴുതുമ്പോഴും ഏറ്റവും കൂടുതൽ ഊന്നി പറയുന്നത് ഈ സ്നേഹത്തെക്കുറിച്ചാ. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ: സഹോദരനെ സ്നേഹിക്കാത്തവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല. കാരണം എന്താ അങ്ങനെ പറയാനുള്ള കാരണം എന്താ? സഹോദരനെ സ്നേഹിക്കാനായിട്ട് നിനക്ക് കഴിയുന്നില്ലെങ്കിൽ ദൈവം നിന്നിലേക്ക് ചൊരിഞ്ഞ സ്നേഹം വ്യർത്ഥമാ. നീ ദൈവത്തിൽ നിന്നുള്ളവനല്ല. നീ ദൈവത്തിൻ്റെ സ്നേഹത്താൽ ആകർഷിക്കപ്പെട്ടു എങ്കിൽ നീ സഹോദരനെ സ്നേഹിച്ചേ മതിയാവും. അതിൻ്റെ തന്നെ 14-ാം വാക്യം വളരെ ചിന്തിക്കേണ്ട ഒരു വാക്യമാണ്. എന്താണ്? നാം മരണത്തെ വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് എങ്ങനെ അറിയാമെന്നാ? സഹോദരനെ സ്നേഹിക്കുന്നതിനാൽ അറിയാം. അപ്പോൾ എന്നിട്ട് അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്: സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. അയ്യോ, ഇതൊരു വല്ലാത്ത വാക്യമാണല്ലോ. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു. നമുക്ക് നിത്യജീവൻ നമ്മിലേക്ക് തന്നിരിക്കുകയാണ്. അത് എങ്ങനെ അറിയുവാനായിട്ട് കഴിയും എന്ന് ചോദിക്കുമ്പോൾ പറയാൻ, സഹോദരനെ സ്നേഹിക്കുന്നതിനാൽ അറിയാം. അപ്പോൾ സഹോദരനെ സ്നേഹിച്ചില്ല എങ്കിൽ നിങ്ങൾ ഇപ്പോഴും എന്ത് ചെയ്തിരിക്കുക? മരണത്തിൽ തന്നെ വസിക്കുകയാണ്. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടക്കുന്നത് നമ്മൾ ദൈവസ്നേഹത്താലാണ്. ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ് നമ്മൾ മരണത്തിൽ നിന്നും ജീവനിലേക്ക്, നിത്യജീവനിലേക്ക് കടന്നിരിക്കുന്നത്. ആ സ്നേഹം നമ്മിൽ പ്രതിഫലിക്കുന്നില്ല എങ്കിൽ നാം പ്രാപിച്ച ജീവൻ ഇപ്പോഴും മരണകരമായ അവസ്ഥയിലാണ് തുടരുന്നത്. വളരെ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മിൽ നിന്നും ദൈവസ്നേഹം പുറപ്പെടുന്നില്ല എങ്കിൽ, നാം തമ്മിൽ സ്നേഹം ഇല്ലാത്തവരാണെങ്കിൽ അത് ലോകം അറിയുന്നില്ല. ശിഷ്യന്മാരെന്ന് ലോകം അറിയുന്നില്ല എന്ന് മാത്രമല്ല, നാം മരണത്തിൽ തന്നെ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നിത്യജീവന്റെ ആ കാര്യം നമ്മിൽ പ്രാവർത്തികമാകുന്നില്ല. നിനക്കുള്ളിൽ ജീവനുണ്ട്, എന്നാലും നീ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു വാക്യമുണ്ട്. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം, സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുന്നതാണ് തോന്നുന്നത്. നിനക്ക് ജീവനുണ്ട് എന്ന് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു. അപ്പൊ ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടിച്ചേർത്തേ. മറ്റുള്ളവരെ, സഹോദരനെ സ്നേഹിക്കാത്തവൻ മരണത്തിൽ വസിക്കുന്നു. ഇനി ഈ വാക്യം കൂടെ ഒന്ന് ചേർത്തേ. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ജീവനുള്ളവനെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാണ്. അതുകൊണ്ട് നീ എന്ത് ചെയ്യണമെന്നാ? ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 14-ാമത്തെ വാക്യം ഇതിനോട് ചേർത്ത് നിങ്ങൾ വായിക്കുന്നത് നല്ലതാണ്. എന്താണ്? ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക. ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. അപ്പോൾ ദൈവസ്നേഹം നമ്മിൽ പ്രകാശിക്കണം. നമ്മിൽ പ്രകാശിച്ചില്ല എങ്കിൽ നാം ഇപ്പോഴും മരണത്തിലാണ്. ജീവനുള്ളവനെന്ന് പേരുണ്ടെങ്കിലും നാം മരിച്ചവരാണ്. അതുകൊണ്ട് നാം എഴുന്നേൽക്കണം, ഉണരണം,
ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കണം. അതിന് ദൈവം നിന്നെ സഹായിക്കും. നമുക്കതിന് ആഗ്രഹമുണ്ടെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ, ദൈവത്തോട് നാം ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മെ എഴുന്നേൽപ്പിക്കുവാൻ, നാം എഴുന്നേൽക്കുവാൻ ദൈവം സഹായിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിച്ച് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉണർന്ന് നാം എഴുന്നേൽക്ക്. അപ്പോൾ ക്രിസ്തു നമ്മുടെ മേൽ പ്രകാശിക്കും. ആ പ്രകാശം മറ്റുള്ളവരുടെ മേൽ പകരുവാൻ തക്കവണ്ണം കഴിയും. നാം ജീവനിൽ കടന്നിരിക്കുന്നു എന്നുള്ളതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് സഹോദരനെ സ്നേഹിക്കുക എന്നുള്ളത്. ഇനി അതിൻ്റെ നെഗറ്റീവ് വശവും കൂടെ പറഞ്ഞില്ലെങ്കിൽ ശരിയാകില്ല. യോഹന്നാൻ എഴുതിയ ലേഖനത്തിൽ തന്നെ, 1-ാമത്തെ ലേഖനത്തിൽ തന്നെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ, അത് യോഹന്നാൻ കർത്താവായ യേശു ക്രിസ്തു ന്യായപ്രമാണത്തിൻ്റെ വിശദീകരണം പറഞ്ഞ ഭാഗത്ത് പറഞ്ഞ ഒരു കാര്യത്തെ എടുത്താണ് അവിടെ പറയുന്നത്. 3:15 എന്താണ്? സഹോദരനെ പകയ്ക്കുന്നവൻ എല്ലാം കൊലപാതകനാകുന്നു. സഹോദരനെ പകയ്ക്കുന്നവൻ എന്ന് പറഞ്ഞാൽ, അതായത് സഹോദരനെ നീ സ്നേഹിക്കുന്നില്ല എങ്കിൽ പകയ്ക്കുക. ഇതിനിടയിലൊരു ന്യൂട്രൽ ഉണ്ടോ സാറേ? എനിക്കറിയില്ല. ഒന്നുകിൽ നീ സഹോദരനെ സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ നീ സഹോദരനെ പകയ്ക്കുന്നു. സഹോദരനെ സ്നേഹിക്കാത്തവൻ എല്ലാം എന്താണ്? സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാണ്. എല്ലാം കൊലപാതകനാണ് എന്ന് പറഞ്ഞാൽ അതിന് അല്പം കൂടെ ഞാനൊന്ന് വിശദീകരിച്ചോട്ടെ. പകയുടെ സ്വഭാവം, പകയുടെ അടുത്ത കാര്യം എന്ന് പറയുന്നത് കൊലപാതകമാണ്. കർത്താവ് ചുമ്മാങ്ങ് പറഞ്ഞതല്ല. പകയിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? കൊലപാതകം ഉണ്ടാകുന്നത്. ആ കൊലപാതകം എന്ന് പറയുന്നത് കയ്യിൻ്റെ വഴിയാണ്. കയ്യീൻ എന്തുകൊണ്ടാ ഹാബേലിനെ കൊന്നത്? അവനിലുണ്ടായ പകയാണ്, അവനിലുണ്ടായ കോപമാണ്. അതുകൊണ്ട് നാം സഹോദരനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ നീ സഹോദരനെ പകയ്ക്കുകയാ, നീ ഒരു കൊലപാതകനാണ് എന്നാണ് കർത്താവ് ന്യായപ്രമാണത്തിൻ്റെ വിശദീകരണത്തിലൂടെ പറഞ്ഞത്. അത് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ എടുത്തു പറയുകയാണ്. അത് കയ്യിൻ്റെ വഴിയാണ്. നമ്മൾ ഈ യൂദയുടെ ലേഖനത്തിൽ കയ്യിൻ്റെ വഴി പഠിച്ചതാണ്. അതൊരിക്കലും നമുക്ക് പിന്തുടരുവാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അപ്രകാരമുള്ള ഒരു വ്യക്തിയുടെ ഉള്ളിൽ ജീവൻ ദൈവസ്നേഹമായിട്ട് വസിക്കുന്നില്ല. ഇത് ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇതില്ലാതെ നമ്മൾ ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ് ജീവിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഈ യൂദ പറയുകയാണ്, നീ സ്നേഹത്തിൽ, ദൈവസ്നേഹത്തിൽ നിന്നെ തന്നെ സൂക്ഷിച്ചേ മതിയാവും. നിന്നെ തന്നെ സൂക്ഷിച്ചേ മതിയാവും. ഈ സ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിക്കുന്നതിന് ഒരു വിശദീകരണമാണ് യൂദ എടുത്ത് നൽകുന്നത്. അതിലേക്ക് കൂടെ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ, നീ ദൈവസ്നേഹത്തിൽ നിന്നെ തന്നെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു വിട്ടാൽ മതിയായിരുന്നു. പക്ഷേ അതിനെ കുറച്ചുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങിയാണ് ഈ കാര്യം വിശദീകരിക്കുന്നത്. ഈ യൂദ നൽകുന്ന വിശദീകരണം മനസ്സിലാക്കാനായിട്ട് അല്പപ്രയാസമുണ്ട് എന്ന് തോന്നുന്നു. അവിടെ വായിക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷനാണ്. നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിപ്പിൻ. Looking for the mercy of our Lord Jesus Christ unto the eternal life. അല്ലേ? Unto the eternal life. അപ്പോൾ അത് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു രീതിയും ഒരു പ്രകാരവും ഒക്കെ ഉണ്ട്. നാം ദൈവത്തിൻ്റെ കരുണയും കൃപയും ഒക്കെ പ്രാപിച്ചവരാ. നമുക്ക് ലഭിച്ച നിത്യജീവൻ എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിൽ നിന്നാണ് നമുക്ക് ലഭിച്ചത്, അല്ലേ? അതായത് ദൈവത്തിൻ്റെ കരുണയാണ് നമുക്ക് എന്ത് ലഭിക്കാൻ കാരണമായി തീർന്നത്? നിത്യജീവനായിട്ട് കൊണ്ട്. അത് മനസ്സിലാക്കിക്കുന്നതിന് വേണ്ടാണ് ഞാൻ അല്പമായിട്ട് അത് വിശദീകരിക്കുന്നത്. അപ്പം നമുക്ക് ലഭിച്ച നിത്യജീവൻ ദൈവത്തിൻ്റെ കരുണയാണ്. അതിൽ നമ്മുടെ യാതൊരു യോഗ്യതയില്ല. എന്തെങ്കിലും നമ്മുടെ മെരിറ്റുണ്ടോ? നമുക്ക് ഈ നിത്യജീവൻ ലഭിച്ചത് അല്ലെങ്കിൽ ലഭിക്കാൻ പോകുന്നു, അതിൽ നമ്മുടെ എന്തെങ്കിലും മെരിറ്റുണ്ടോ? അതിൽ നമ്മുടെ ഒരു മെരിറ്റും ഇല്ല, നമ്മുടെ ഒരു യോഗ്യതയും ഇല്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിത്യസ്നേഹത്താലാണ് നാം നിത്യജീവനെ പ്രാപിച്ചത്. നമ്മളെപ്പോഴും ഉച്ചരിക്കുന്ന വാക്യമാണ് എഫേസ്യർക്ക് ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. കരുണാസമ്പന്നായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ജീവൻ പ്രാപിച്ചു. അതുകൊണ്ട് നിത്യജീവൻ
നമ്മിൽ പ്രവേശിക്കുന്നത് വരെയും ഈ ദൈവസ്നേഹത്തിൽ നമ്മൾ നിലനിന്നേ പറ്റും. ഈ നിത്യജീവൻ നമ്മിലേക്ക് പകർന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹാസ്നേഹവും കരുണയും കൊണ്ടാണ്. അതുകൊണ്ട് ഈ നിത്യജീവനിൽ ഇപ്പോഴും നമ്മൾ നിത്യജീവനിൽ പ്രവേശിച്ചോ? ഒരു തരത്തിൽ വേണമെങ്കിൽ നിത്യജീവനിൽ പ്രവേശിച്ചു എന്ന് പറയാം, അല്ലേ? പക്ഷെ നമുക്ക് ഇപ്പോഴുള്ള ഈ ജീവൻ എന്ന് പറയുന്നത്, കർത്താവ് വരാൻ താമസിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ജീവൻ ഇവിടെ അവസാനിക്കും. ആത്മാവിൻ്റെ ജീവൻ തുടരും. എന്നിട്ട് ആ നിത്യജീവൻ പിന്നെ നമ്മൾ പ്രാപിക്കും. ഈ ശരീരത്തിൽ കൂടെ ജീവൻ വെച്ച് എഴുന്നേറ്റ് വരുമ്പോഴാണ് ആ നിത്യജീവന്റെ പൂർണ്ണത കൈവരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. നിത്യജീവൻ ഇപ്പോഴേ നമ്മുടെ ആത്മാവിനുണ്ട്. നമ്മുടെ ആത്മാവ് നശിക്കുന്നില്ല, അതൊരു ഭാഗമാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ ജീവൻ അത് നമ്മെ വിട്ട് മറയുന്നു. ആ ശരീരം മരിക്കുന്നു. എന്നാൽ ആ ശരീരത്തിനും കൂടെ ഒരു നിത്യമായ വീണ്ടെടുപ്പ് നൽകുമ്പോൾ മാത്രമാണ് ഈ നിത്യജീവന്റെ പൂർത്തീകരണം നടക്കുന്നത്. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്, ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് അത് നമ്മെ രക്ഷിച്ചതോടുകൂടെ തീരുന്നില്ല. മനസ്സിലാക്കണം. നിത്യജീവനായിട്ട് കാത്തിരുന്നും കൊണ്ട് ദൈവത്തിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണപ്രകാരം എന്നുള്ള അതിൻ്റെ വിശദീകരണമാണ്. ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നത് രക്ഷിച്ചതോടുകൂടെ തീരുന്നില്ല, അത് തുടർന്നുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ കരുണ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേതുവരെ? നാം യഥാർത്ഥത്തിൽ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് വരെ, അല്ലെങ്കിൽ നിത്യജീവങ്കിലേക്ക് പ്രവേശിക്കുന്നത് വരെ അതിങ്ങനെ തുടരും. അത് പ്രവേശിക്കുന്നതോടുകൂടെ നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെടുന്നതോടുകൂടെ തൻ്റെ രൂപത്തോട് അനുരൂപമാകുന്നതോടുകൂടെ ആ ദൈവത്തിൻ്റെ കരുണയുടെ പൂർത്തീകരണം നമ്മൾ പ്രാപിക്കുകയാണ്. എത്രത്തോളം മനസ്സിലായോ? എന്തോ പിടികിട്ടിയോ? സൈമത്തോരാ കൺഫ്യൂഷനുണ്ട്. ദൈവത്തിൻ്റെ കരുണയാൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയാൽ, ആ സ്നേഹത്താൽ നമുക്ക് നിത്യജീവൻ ലഭിച്ചു. ആ കരുണ, ആ സ്നേഹം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഈ കരുണ പൂർത്തീകരിക്കപ്പെടുന്നത് നമ്മുടെ ശരീരവും കൂടെ വീണ്ടെടുത്ത് തൻ്റെ രൂപത്തോട് അനുരൂപമാകുമ്പോഴാണ് ആ കരുണയുടെ പൂർത്തീകരണം. അതിലൊന്നും നമുക്കൊരു കാര്യവുമില്ല. അതെല്ലാം ദൈവത്തിൻ്റെ പ്രവർത്തനവും ദൈവത്തിൻ്റെ കരുണയുമാ. ഇപ്പൊ പിടികിട്ടിയോ? വരും, ഇത് മനസ്സിലായി. ഓക്കെ. പിടികിട്ടാത്തൊരൊന്നുകൂടെ ആ ഭാഗം നിങ്ങൾ വീട്ടിലിരുന്ന് ദൈവസന്നിധിയിൽ വായിച്ച് ചിന്തിച്ചാൽ മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പൊ ദൈവസ്നേഹം അത് പൂർണ്ണമായി ദൈവത്തിൻ്റെ കരുണ നമ്മിൽ പകർന്ന് നമ്മെ ദൈവം പൂർണ്ണമായിട്ട് രക്ഷിക്കുന്നത് വരെ ഈ ദൈവത്തിൻ്റെ സ്നേഹം, കരുണ നമ്മിൽ പകർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് വരെ, അല്ലെങ്കിൽ നാം നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത് വരെയും ഈ ദൈവസ്നേഹത്തിൽ നമ്മൾ തുടരണം. നമ്മൾ നിത്യജീവനിൽ പ്രവേശിക്കുന്നത് വരെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരം ഈ മരിക്കുകയാണെങ്കിൽ അതുവരെയും നമ്മൾ ഈ എന്തിൽ തുടരണം? തമ്മിലുള്ള സ്നേഹത്തിൽ. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കും, കുറേ കാലം ഇല്ല, പിന്നെ കുറേ കാലമുണ്ട്, അങ്ങനെയല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം നിങ്ങളുടെ മനസ്സിലുണ്ട്. സൂര്യൻ ഇങ്ങനെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ അതെപ്പോഴും നമ്മെ പകയ്ക്കുന്നവരെ പോലും നമ്മൾ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് ദൈവത്തിൻ്റെ ആ കരുണ. ദൈവത്തിൻ്റെ കരുണ അതാണ്. നമുക്ക് ലഭിച്ച ആത്മരക്ഷ ശാരീരിക രക്ഷയായി കൂടെ പരിണമിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയുടെ മാഹാത്മ്യം അപ്പോഴാണ് നമുക്ക് ശരിക്കും മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്, അല്ലേ? ദൈവകരുണയിൻ ധനമാഹാത്മ്യം നാവാൽ വർണ്ണ്യമോ. ആ ദൈവത്തിൻ്റെ കരുണയുടെ മാഹാത്മ്യം അത് പൂർണ്ണമായിട്ട് നമ്മൾ അറിയുന്നത് നമ്മുടെ ശരീരവും കൂടെ വീണ്ടെടുക്കപ്പെട്ട് തേജസ്കരിക്കപ്പെട്ട് തൻ്റെ രൂപത്തോട് അനുരൂപമായി നാം ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ, ദൈവമേ നീ എന്നെ ഇത്രത്തോളം സ്നേഹിച്ചോ, നീ എന്നോട് ഇത്രത്തോളം കരുണ കാണിച്ചോ എന്ന് പറഞ്ഞ് നമ്മളവിടെ ദൈവസന്നിധിയിൽ കുമ്പിടുവാൻ, അവനെ നേരിട്ട് കണ്ട് ആരാധിക്കുവാൻ, അവനെ വീണ് നമസ്കരിക്കുവാനായിട്ട് പോവുകയാണ്. അവിടെയാണ് ദൈവത്തിൻ്റെ കരുണയുടെ പൂർത്തീകരണം സംഭവിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ജീവൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത് വരെ നമ്മൾ ഈ സ്നേഹത്തിൽ തുടരണം.
നമ്മൾ യോഹന്നാൻ്റെ ലേഖനം തന്നെ 1-ാം ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ഇനിയും കുഞ്ഞുങ്ങളെ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ, പ്രത്യേകം കുറിക്കൊള്ളണം, ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകേണ്ടതിന് അവനിൽ വസിപ്പിൻ. ഈ ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ മനസ്സിലാക്കുമ്പോൾ, നാം ഈ ഭൂമിയിലായിരുന്നപ്പോൾ നാം എത്രത്തോളം ഈ ദൈവത്തിൻ്റെ സ്നേഹവലയത്തിലായിരുന്നു, ഈ സ്നേഹം നമ്മിൽ നിന്ന് എത്രത്തോളം പുറത്തേക്ക് പോയി, എത്രത്തോളം അത് അന്വർത്ഥമാക്കി എന്ന് നാം ചിന്തിക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ്റെ സന്നിധിയിൽ ലജ്ജിച്ചു പോകാതെ അവൻ്റെ പ്രത്യക്ഷതയിൽ നമുക്ക് ധൈര്യമുണ്ടാകണം. നമുക്ക് ധൈര്യമുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ധൈര്യം ഉണ്ടാകും? ഈ സ്നേഹവലയത്തിൽ നമ്മൾ കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ട് നമ്മെ ശിഷ്യന്മാരെന്ന് മറ്റു ലോകം അറിയത്തക്ക വിധത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് അവൻ്റെ പ്രത്യക്ഷതയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ ധൈര്യത്തോടുകൂടെ ലജ്ജിക്കാതെ നിലകൊള്ളുവാനായിട്ട്, അവൻ്റെ മുമ്പിൽ നിൽക്കുവാനായിട്ട് കഴിയും. അല്ലെങ്കിൽ അല്പം ലജ്ജയും പ്രശ്നമൊക്കെ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ കുറവൊക്കെ നമ്മൾ അപ്പോഴവിടെ ചെല്ലുമ്പോൾ മനസ്സിലാക്കും എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ച് ഹാനോക്കിൻ്റെ പ്രവചനത്തെ അടിസ്ഥാനമാക്കി പറഞ്ഞപ്പോൾ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞു. അവനിൽ വസിക്കുന്ന അനുഭവം നമ്മിലുണ്ടാകണം. ദൈവസ്നേഹത്തിൽ തുടരുന്ന അനുഭവം നമ്മിലുണ്ടാകണം. അത് ജീവിതത്തിൻ്റെ അവസാനം വരെ ഉണ്ടാകണം. അവൻ്റെ പ്രത്യക്ഷതയിൽ നാം ധൈര്യസമേതം നമുക്ക് അവൻ്റെ പ്രത്യക്ഷതയെ അഭിമുഖീകരിക്കണമെങ്കിൽ ഈ സ്നേഹത്തിൽ നമ്മൾ വസിച്ചേ മതിയാവൂ. അത് നമ്മെ തന്നെ നമ്മൾ ശരിക്കും സൂക്ഷിച്ച് ഈ സ്നേഹവലയത്തിൽ നിർത്തണം. തീത്തോസിൻ്റെ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 12-13 വാക്യങ്ങൾ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് എന്നൊരു പ്രയോഗം അവിടെയുണ്ട്. കാത്തുകൊണ്ട്, വെയിറ്റിംഗ്, ലുക്കിംഗ് ഫോർ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും, നമ്മൾ ഈ യൂദായുടെ ലേഖനത്തിൽ നിത്യജീവനായിട്ടും, ഇവിടെ ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട്. എങ്ങനെയാണ് കാത്തുകൊള്ളേണ്ടത്? ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. ദൈവജനത്തെക്കുറിച്ച് അവിടെ പറയുന്നത് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. അപ്പോൾ കരുണയ്ക്കായിട്ട് കാത്തിരിക്കുന്നത് ഇങ്ങനെയാണ് കാത്തിരിക്കേണ്ടത്. ഇപ്രകാരമാണ് കരുണയ്ക്കായിട്ട് കാത്തിരിക്കേണ്ടത്. ദൈവത്തിൻ്റെ കരുണ പൂർണ്ണമായിട്ടും പ്രാപിക്കുന്നത് വരെ, അതായത് നിത്യജീവനിലേക്ക് നാം പ്രവേശിക്കുന്നത് വരെ, നമ്മുടെ ശരീരത്തിൻ്റെ രൂപാന്തരം സംഭവിക്കുന്നത് വരെ, അല്ലെങ്കിൽ നാം ഈ ഭൂമി വിട്ട് മാറുന്നത് വരെ എന്ത് ചെയ്യണം? ആ പ്രത്യക്ഷതയ്ക്കായിട്ട് കാക്കണം. എങ്ങനെ കാത്തുകൊണ്ടിരിക്കണം? ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിക്കണം. ഈ ലോകത്തിൽ സുബോധത്തോടെ ആയിരിക്കണം. ദൈവഭക്തിയോടുകൂടെ ജീവിക്കണം. അതിനായിട്ട് ദൈവവചനം നമ്മെ ശിക്ഷിച്ച്, ശാസിച്ച്, ഗുണീകരിച്ച് നീതിയിലെ അഭ്യസനത്തിന് തികവുള്ളവരായിട്ട് നമ്മെ വളർത്തുന്നുണ്ട്. കരുണയ്ക്കായിട്ട് കാത്തിരിക്കണം. പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം അതിൻ്റെ 3-ാമത്തെ അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഇതേ ഒരു പ്രയോഗം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഇവയൊക്കെയും ഈ പ്രപഞ്ചത്തിലെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതാണ്. അഴിവാനുള്ളതായിരിക്കയാൽ എന്നിട്ട് എടുത്തു പറയുന്നുണ്ട്, ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്തപ്രകാരം പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. അപ്പോൾ കാത്തിരിക്കുന്നു. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ വരവിനെ ഇങ്ങനെ കാത്തിരിക്കുക, ദൈവത്തിൻ്റെ വരവിനെ കാത്തിരിക്കുക. പക്ഷെ എങ്ങനെയാണ് കാത്തിരിക്കേണ്ടത്? എങ്ങനെയാണ് കാത്തിരിക്കേണ്ടത്? എങ്ങനെയാണ്? കർത്താവെ നീ അങ്ങ് ഒന്ന് വന്നാൽ മതി. അത് കാത്തിരിപ്പൊന്നുമല്ല, അതൊരു രക്ഷപ്പെടലാണ്. ഈ കാത്തിരിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലേ? എന്താ, നമ്മുടെ മാനുഷികമായ രീതിയിൽ തന്നെ ആരെങ്കിലും ഒരാളെ പ്രതീക്ഷിച്ച് നമ്മൾ ഒരു 5 മിനിറ്റ് നിൽക്കും. ഈ ഇടയ്ക്ക് പറയാമെന്നറിയില്ല, നമ്മളെ പ്രസിഡൻറ്റ്, KPCC പ്രസിഡൻറ്റും VD സതീശനും പങ്കെടുക്കേണ്ട ഒരു പത്രസമ്മേളനത്തിൽ വെച്ച് നമ്മുടെ സുധാകരൻ പറഞ്ഞ
എവിടെ പോയി കിടക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് തുടങ്ങാൻ വയ്യ. അങ്ങനെ അദ്ദേഹം വന്നാലേ തുടങ്ങാനായിട്ട് പറ്റുള്ളൂ. കാത്തിരിപ്പ്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ കാത്തിരുന്ന് മുഷിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു കാത്തിരുന്ന് മുഷിഞ്ഞ ഒരു നിമിഷമാണ് എൻ്റെ മകളുടെ വിവാഹ നിമിഷം എന്ന് പറയും. അതുകൊണ്ട് 1.5 മണിക്കൂർ അവിടെ ഒരു കാത്തിരിപ്പ്. ആ കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും മറക്കാനായിട്ട് കഴിയാത്തൊരു കാത്തിരിപ്പായിരുന്നു. നിങ്ങൾക്കത് എത്രത്തോളം അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയാനായിട്ട് കഴിയില്ല. ജെയിംസ് സാർ കുറേയൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. വേദിയിലിരുന്ന് കൂടെ എന്നെ വിളിക്കും, അയ്യോ 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 ജെയ്സൺ അവരൊക്കെ. എന്നാൽ ആ കാത്തിരിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി വിഷമമാണ്. ഇത് തന്നെയാണ് ക്രിസ്തീയ ജീവിതത്തിൽ ദൈവത്തിനായിട്ട് കാത്തിരിക്കുക, ദൈവത്തിൻ്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തിരിക്കുക എന്ന് പറയുന്നത്. അത് വളരെ ഭക്തിയോടുകൂടെ അത് വർജിക്കേണ്ടതൊക്കെ വർജിച്ചിട്ട് കാത്തിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ വരവിനെ നമ്മൾ ബന്ധപ്പെടുത്തുന്നത്. അങ്ങനെ ഭക്തിയോടെ കാത്തിരിക്കുമ്പോൾ ദൈവം, അയ്യോ ഈ ഭക്തജനം എന്നെ കാത്തിരിക്കുകയാണല്ലോ, എത്ര വിശുദ്ധിയോടുകൂടെയാണ് അവർ കാത്തിരിക്കുന്നത്, ഇനിയും അമാന്തിക്കുവാനായിട്ട് പാടില്ല. അങ്ങനെ നമുക്ക് ബന്ധപ്പെടുത്തുവാനായിട്ട് കഴിയും എന്നുള്ളതാണ് അല്ലേ. 2 പത്രോസ് 3:14 ഇങ്ങനെ വായിക്കുന്നുണ്ട്, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പിൻ. അതുകൊണ്ട് കർത്താവ് വന്നില്ല എന്ന് പറഞ്ഞ ആരും അങ്ങ് വ്യാകുലപ്പെടേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഇത് ദൈവത്തിൻ്റെ ഒരു ദീർഘക്ഷമയാണ്. നമ്മൾ പറയും പാപികൾ കുറെ കൂടെ രക്ഷിക്കപ്പെടാൻ വേണ്ടി അല്ലേ. പാപികൾ കുറെ കൂടെ അതാവശ്യമാണ്. ദൈവം ആഗ്രഹിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടേ പറ്റൂ. അവസാനത്തെ വ്യക്തിയും കൂടെ രക്ഷയെങ്കിലും കടന്നു വന്നേ. പക്ഷെ കർത്താവിൻ്റെ വരവ് ഇങ്ങനെ ദീർഘിപ്പിക്കുന്നത് നമ്മോട് കാണിക്കുന്ന ഒരു ദീർഘക്ഷമയാണ്. നമ്മിലുള്ള കുറവുകൾ കുറേയൊക്കെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ പരിഹരിക്കണം. നമ്മിലുള്ള ഭക്തികേടൊക്കെ മാറണം. കറയും കളങ്കവും ഇല്ലാത്തവരായിട്ട് ഇവിടെ വെച്ച് തന്നെ ശുദ്ധിയുള്ളവരായിട്ട് തീരണം. അതിനുവേണ്ടി ചില ബാലശിക്ഷകളൊക്കെ നമുക്ക് തന്ന് ഇങ്ങനെ ഇവിടെ ഇട്ട് ഒരുവിധം ശുദ്ധീകരിച്ചത്, അത് നമ്മൾ ആശംസയിൽ അടുത്ത ക്ലാസ്സിലോട്ട് നമ്മൾ കടക്കുകയാണെങ്കിൽ അതിൽ നമുക്ക് വ്യക്തമായിട്ടത് കാണുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, അങ്ങനെയുള്ള ഒരു കാത്തിരിപ്പിനായിട്ട് നമ്മൾ ഉത്സാഹിക്കണം. കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ വരവിനെ, കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പിൻ. അപ്പോൾ ഈ നിത്യജീവനായിട്ടുള്ള കാത്തിരിപ്പ്, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന കാത്തിരിപ്പ് എങ്ങനെയാകണം? അത് ദൈവസ്നേഹത്തിൽ നമ്മെ സൂക്ഷിക്കണം. സ്വർഗത്തിൽ നമുക്കുള്ള ജീവനാണ് നിത്യജീവൻ എന്ന് പറയുന്നത്. 1 പത്രോസ് 3:4 തൻ്റെ ആധിക്യപ്രകാരം നമ്മെ ജീവനുള്ള പ്രത്യാശയ്ക്കായി അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, വാട്ടം, മാലിന്യം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. എന്താ മനസ്സിലായി? ഈ അവകാശം ഏതാ? ക്ഷയവും മാലിന്യവും വാട്ടവും ഒന്നും ഇല്ലാത്ത അവകാശം ഏതാ? നമുക്ക് ലഭിക്കുന്ന വീണ്ടെടുപ്പെന്ന അവകാശം, നമുക്ക് ലഭിക്കുന്ന ആ നിത്യജീവൻ, നമുക്ക് ലഭിക്കുന്ന സ്വർഗീയമായ അവകാശം, നമുക്ക് ലഭിക്കുന്ന ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്, കണ്ണീനീരില്ലാത്ത, കറയില്ലാത്ത, കളങ്കമില്ലാത്ത, ഒന്നുമില്ലാത്ത നമ്മുടെ ഈ ശരീരം, അതാണ് ക്ഷയം, വാട്ടം, മാലിന്യം എന്നിവ ഇല്ലാത്ത അവകാശം. ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ശരീരമെന്ന അവകാശത്തിന് അത് ക്ഷയിക്കുന്നതാണ്. അതിന് വാട്ടമുണ്ട്, മാലിന്യമുണ്ട്. ഇവിടെ കാണുന്നതെല്ലാം അങ്ങനെയാണ്. ഭൂമിയും ആകാശവും ഭൂമിയും ഉൾപ്പെടെ എല്ലാം ക്ഷയിക്കുകയും നശിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ ആർക്കും ക്ഷയിപ്പിക്കുവാൻ, വാട്ടുവാൻ, ഒരു മാലിന്യവും ഏൽപ്പിക്കുവാൻ കഴിയാത്ത ഒരു അവകാശമാണ് സ്വർഗത്തിൽ നമുക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നത്. സ്തോത്രം. ആ അവകാശത്തിനായിട്ടാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോൾ നിത്യജീവനായിട്ട് കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മാഹാത്മ്യം വളരെ വലുതാണ്. നമ്മുടെ പ്രത്യാശ ജീവനുള്ള പ്രത്യാശ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ജീവനുള്ള പ്രത്യാശ, നശിക്കുന്ന പ്രത്യാശയല്ല ഇത്. ജീവനുള്ള പ്രത്യാശയാണ്, നശിക്കാത്തതാണ്.
ദൈവം നൽകുന്ന പ്രത്യാശ എന്ന് പറയുന്നത് അതൊരിക്കലും നശിക്കാത്ത പ്രത്യാശയാണ്, നിന്നു പോകാത്ത, ഒരു പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തതല്ല. അബ്രഹാമിൻ്റെ ആശയെക്കുറിച്ച് വായിക്കുമ്പോൾ തനിക്ക് പുത്രോത്പാദനത്തിനുള്ള ശക്തി നിർജീവമായിട്ടും അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ, ഇല്ലേ, സൈസോരൻ പലപ്പോഴും എടുത്തു പറയുന്നൊരു വാക്യമാണ്. ആശയ്ക്ക് വിരോധമായി ആശയോടെ അവൻ കാത്തിരുന്നു. എന്താ ആശയ്ക്ക് വിരോധം? ഭൗതികമായിട്ട് നോക്കുകയാണെങ്കിൽ അത് ഭൗതികമായ ആശയാണ്, അത് ഒരു പ്രതീക്ഷയുമില്ല, അതൊരു പ്രതീക്ഷയുമില്ല. എന്നാൽ രണ്ടാമത്തെ ആശയ്ക്ക് വിരോധമായ ആശയോടെ, അത് ആത്മീകമാണ്, അത് പ്രതീക്ഷയുള്ളതാണ്, അത് ഒരിക്കലും വറ്റിപ്പോകാത്തതാണ്, അതൊരിക്കലും ആർക്കും എടുത്തു കളയാത്തതാണ്. ആ ആശയാണ് ജീവനുള്ള പ്രത്യാശ. ജീവനുള്ള പ്രത്യാശ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയിൽ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം പ്രാർത്ഥന തുടങ്ങുന്നത് വളരെ വളരെ വിചിന്തനീയമായിട്ടാണ്. എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്? അവൻ പിതാവിനോട് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് 17-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം 17-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നീ അവന് നൽകി, ഈ ദൈവപുത്രനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ പ്രാർത്ഥന തുടങ്ങുന്നത്. അതുകൊണ്ട് ഈ അവന് എന്ന് പറയുന്നതൊക്കെ ആരെക്കുറിച്ചാ? നീ അവന് എന്ന് കർത്താവ് തന്നെ പറയുക എന്ന് പറഞ്ഞാൽ അത് ആരെക്കുറിച്ചാണ് പറയുന്നത്? ദൈവപുത്രനെ കുറിച്ചാ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണം ഈ വാക്യം വായിക്കാൻ. നീ അവന് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന് അധികാരം നൽകിയിരിക്കുക. എന്തിനുള്ള അധികാരം നൽകിയിരിക്കുന്നത്? നീ അവർക്ക് കൊടുത്ത്, നീ എന്ന് പറയുന്നത് ദൈവം കർത്താവായ യേശു ക്രിസ്തുവിന് നൽകിയിട്ടുള്ളവർക്കെല്ലാം നിത്യജീവൻ കൊടുക്കുന്നതിനുള്ള അധികാരം കർത്താവായ യേശു ക്രിസ്തുവിൽ നിക്ഷിപ്തമായിരിക്കുകയാണ്. ന്യായവിധിയെല്ലാം കർത്താവിന് കൊടുത്തിരിക്കുന്നത് പോലെ ഈ അവകാശവും, നിത്യജീവൻ കൊടുക്കുന്ന അവകാശവും കർത്താവായ യേശു ക്രിസ്തുവിലാണ് നിക്ഷിപ്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വിട്ട് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാരെ അടുക്ക വിളിച്ചിട്ട്, ഭയന്ന് നിന്ന ശിഷ്യന്മാരെ, അല്പ സംശയത്തോടെ ദൂരെ നിന്ന ശിഷ്യന്മാരെ അടുക്ക വിളിച്ചിട്ട് പറയുന്നത്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പുറപ്പെട്ടു പോകണം, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിക്കാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കണം. അവർക്കൊക്കെ ഞാൻ നിത്യജീവൻ കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് നമുക്ക് നിത്യജീവൻ നൽകിയിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് ആ ജീവൻ, നിത്യജീവൻ നൽകിയിട്ടുണ്ടെങ്കിൽ അതുവരെയും നമുക്ക് ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിത്യജീവൻ എന്നുള്ളത് നമ്മുടെ പ്രത്യാശയാണ്. ഇപ്പോൾ നാം നിത്യജീവൻ ആത്മാവിൽ പ്രാപിച്ചിട്ടുണ്ടെങ്കിലും അത് എന്തും കൂടെയാണ്? നമ്മുടെ ഒരു പ്രത്യാശയും കൂടെയാണ്. ഇപ്പോൾ ഏതാണ്ട് നിങ്ങൾക്ക് പിടികിട്ടി. ഇനി ആ വാക്യം നിങ്ങൾ വായിച്ചോ. നിത്യജീവനായിട്ട്, അല്ലേ? യൂദയുടെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് പരിശുദ്ധാത്മാവ് പ്രാപിച്ച് നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു. ഇപ്പോൾ ഒരുവിധം മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. തീത്തോസിൻ്റെ ലേഖനം 1-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ ഉണ്ട്: ഫോഷ്കില്ലാത്ത ദൈവം സകലത്തിന് മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ എന്നാണ് അവിടെ പറയുന്നത്. നിത്യജീവന്റെ പ്രത്യാശ. ഈ നിത്യജീവൻ എന്നുള്ളത് പ്രത്യാശയും കൂടെയാണ്. നമ്മുടെ പ്രത്യാശ നിത്യജീവന്റെ പ്രത്യാശയാണ്. അതിനെ കാത്തിരിക്കുന്നവരാണ്. തിമോഥെയോസിന്റെ 1-ാമത്തെ ലേഖനം 3-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം: നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്നു തന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. അല്ലാത്തൊരു വാക്യമാണ്. നാം അവൻ്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടു, എന്നാൽ പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായിട്ട് തീർന്നു. അപ്പോൾ പ്രത്യാശ പ്രകാരമാണ് നമ്മൾ നിത്യജീവന്റെ അവകാശം. അത് പ്രത്യാശയാണ്. അതുകൊണ്ട് അതിനായിട്ട് നമ്മൾ കാത്തിരിക്കണം. നിത്യജീവന്റെ അവകാശികൾ എന്നുള്ളത് നമ്മുടെ ഒരു പ്രത്യാശയാ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ അവനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്.
ഇപ്പോഴേ അത് നിക്ഷിപ്തമാണെങ്കിലും അത് പ്രത്യാശയായിട്ടിരിക്കുന്നു. 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം കർത്താവായ യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു, നിത്യജീവൻ നൽകേണ്ടതിന്. അത് അവിടുത്തെ പ്രധാനപ്പെട്ട പദപ്രയോഗമാണ്. നശിച്ചു പോകാതെ നിത്യജീവൻ നൽകേണ്ടതിന് 17-ാമത്തെ വാക്യം ആണെന്ന് തോന്നുന്നു അല്ലേ? അവിടെ അതിനെ തുടർന്ന് തന്നെ പറയുന്നുണ്ട്, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനിൽ വിശ്വസിക്കുന്നവൻ, 36-ാമത്തെ വാക്യം, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല എന്ന് മാത്രമല്ല, ദൈവത്തിന്റെ ക്രോധം അവന്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. പ്രിയമുള്ളവരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പുത്രനിൽ വിശ്വസിക്കാതെ ആർക്കും ഈ നിത്യജീവൻ പ്രാപിക്കാനായിട്ട് കഴിയുകയില്ല. നിങ്ങൾ എന്ത് തന്നെ അതിനു വേണ്ടി ചെയ്താലും അതൊക്കെ വ്യർത്ഥമാണ്. ഒരേ ഒരു വഴി, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമുള്ള അധികാരമാണ് നിത്യജീവൻ കൊടുക്കുക എന്നുള്ളത്. അത് പ്രാപിക്കുന്നതിന് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ജീവനുണ്ടെന്നല്ല, നിത്യജീവനുണ്ട്. നീ അവനെ വിശ്വസിച്ചില്ല എങ്കിൽ, നീ അവനെ അനുസരിച്ചില്ല എങ്കിൽ, ദൈവത്തിന്റെ ക്രോധം നിന്റെ മേൽ വസിക്കുന്നു. ആ ക്രോധം അവസാനമായിട്ട് നിന്നെ നിത്യനാശത്തിലേക്ക്, നിത്യ നരകത്തിലേക്ക്, എന്നെന്നും കഷ്ടതയിലേക്ക്, കണ്ണുനീരിലേക്ക്, ആ വെന്തുന്ന രണ്ടാമത്തെ മരണത്തിലേക്ക് നിന്നെ തള്ളിയിടും. ദൈവത്തിന്റെ ക്രോധം അത്ര വലുതാണ്. നീ പാപിയായത് കൊണ്ടല്ല ദൈവം നിന്നെ നരകത്തിലേക്ക് തള്ളിയിടുന്നത്, നിത്യനാശത്തിലേക്ക് തള്ളിയിടുന്നത്. ദൈവപുത്രനായ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാ. നീ പാപിയാ, നമ്മൾ മനുഷ്യരെല്ലാം പാപികളാ. നീ പാപിയായതുകൊണ്ടല്ല നരകത്തിലേക്ക് പോകുന്നത്. കർത്താവായ യേശുക്രിസ്തു ഒരുക്കിയ തൻ്റെ ജീവൻ നൽകി തൻ്റെ ശരീരം നൽകിക്കൊണ്ട്, തൻ്റെ രക്തം നൽകിക്കൊണ്ട് അവൻ ഒരുക്കിയ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ ആർക്കും ഒരിക്കലും തെറ്റി ഒഴിയുവാനായിട്ട് കഴിയുകയില്ല. ഇതാണ് നിത്യജീവൻ. നിത്യജീവൻ കൊടുക്കുന്നത് കർത്താവായ യേശുക്രിസ്തു മാത്രം. ഈ നിത്യജീവൻ പ്രാപിച്ച നാം അതിനായിട്ടുള്ള ഒരു കാത്തിരിപ്പുണ്ട്. ആ കാത്തിരിപ്പെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ടുള്ള കാത്തിരിപ്പാണ്. ആ ദൈവത്തിൻ്റെ കരുണയ്ക്കായിട്ടുള്ള കാത്തിരിപ്പായിട്ട് മാറുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പും കൂടെ ഓർക്കുമ്പോഴാണ്. ഈ കഷ്ടതയുടെ എല്ലാം മാറുന്ന ഒരു ദിവസമുണ്ടല്ലോ, അത് ഓർക്കുമ്പോൾ ദൈവമേ, അങ്ങയുടെ കരുണ പൂർണ്ണമായും എന്നിൽ പകരുന്ന നിമിഷം, അതിനായിട്ട് കാത്തിരിക്കുമ്പോൾ നാം നമ്മെ തന്നെ വെടിപ്പാക്കണം. വർജിക്കേണ്ടത് വർജിക്കണം. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവുമുള്ള എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ മനസ്സുകളെ പുതുക്കി രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് ദൈവസ്നേഹത്തിൽ വസിക്കണം. ദൈവസ്നേഹത്തിൽ വസിക്കണം. അത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടട്ടെ. ഇപ്പോൾ നിങ്ങൾക്ക് ആ വാക്യം ഏതാണ്ട് മനസ്സിലായി കാണും എന്ന് ഞാൻ ചിന്തിക്കുന്നു. എനിക്കും ഇപ്പോഴതിനങ്ങോട്ട് പൂർണ്ണമായിട്ടും അങ്ങ് മനസ്സിലാക്കിയിട്ടല്ല. എന്നാൽ ദൈവം തന്ന കൃപയ്ക്കനുസരിച്ച് ചിന്തിച്ച് ആദ്യം എഴുതിയ നോട്ടൊക്കെ വലിച്ചു കീറി കളഞ്ഞിട്ട് ഞാൻ വീണ്ടും എഴുതി പിടിപ്പിച്ചതാണ് ഈ എത്ര പ്രാവശ്യം എന്നറിയാമോ ഇത്. ഇനിയും ക്ലാസ് നീണ്ടുപോയിരുന്നെങ്കിൽ ചിലപ്പോൾ വീണ്ടും വലിച്ചു കീറി കളയേണ്ടി വന്നത്. അതാണ് ഈ ദൈവവചനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് നിത്യജീവനായിട്ട് കാത്തിരിക്കാം. അത് ദൈവത്തിൻ്റെ കരുണയാണ്. എങ്ങനെ കാത്തിരിക്കാം? ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കാം. ദൈവസ്നേഹത്തെക്കുറിച്ചും ഒക്കെ ഞാൻ പറഞ്ഞു. അത് നമ്മുടെ ഹൃദയങ്ങളിൽ ശരിക്കും പ്രവർത്തിക്കട്ടെ. പരിശുദ്ധാത്മാവ് അതിനായിട്ട് നമ്മെ സഹായിക്കട്ടെ. നമ്മുടെ ഹൃദയത്തിലെ പകയും വിദ്വേഷവും ഒക്കെ മാറ്റിവെച്ച് നമുക്ക് ദൈവത്തിന് വേണ്ടി ദൈവസ്നേഹത്തിൽ നിറഞ്ഞവരായി, ആ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ നിന്ന് പുറത്തേക്ക് വമിക്കുന്നവരായി, മറ്റുള്ളവരെ ആ സ്നേഹവലയത്തിലേക്ക് ആകർഷിക്കുന്നവരായി നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചില്ല എങ്കിൽ അവൻ്റെ കരുണ നമ്മിലേക്ക് പകരുന്ന ആ ദിവസം നാം ലജ്ജയ്ക്കായിട്ടായിരിക്കും അവിടെ നിൽക്കുന്നത്. ധൈര്യത്തോടെ നിൽക്കുവാനായിട്ട് കഴിയാതെ വരും. ദൈവം സഹായിക്കട്ടെ. ഈ 20-21 വാക്യത്തിൽ ത്രയങ്ങളുണ്ട്. ത്രയങ്ങൾ. ഞാൻ ഈ യൂദയുടെ ലേഖനം പഠിച്ചു വന്നപ്പോഴേ പല ത്രയങ്ങളെക്കുറിച്ച്, ട്രിപ്പിൾസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? കറക്റ്റ് അല്ലേ ഇംഗ്ലീഷ്? ട്രിപ്പിൾസ്.
ത്രയങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയുണ്ട് ത്രയം അല്ലേ? ഒന്ന് സൂക്ഷിച്ച് പരിശോധിച്ചാൽ ഇവിടെയും നമുക്ക് ത്രയങ്ങളെ കാണാനായിട്ട് കഴിയും. 20-ാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ അവിടെ ദൈവത്തിൻ്റെ സ്നേഹം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ അല്ലെങ്കിൽ കരുണ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, അത് പ്രാർത്ഥനയാണ് ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ. അങ്ങനെയുള്ള 3 കാര്യങ്ങളും ഈ വാക്യത്തിലുണ്ട് അല്ലേ? ഉണ്ടല്ലോ. ദൈവത്തിൻ്റെ സ്നേഹം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ അല്ലെങ്കിൽ കരുണ, പരിശുദ്ധാത്മാവിലെ കൂട്ടായ്മ അല്ലെങ്കിൽ പ്രാർത്ഥന. ഇനി ഒരു ക്രിസ്തീയ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്ന 3 കാര്യങ്ങളുണ്ടല്ലോ: വിശ്വാസം, പ്രത്യാശ, സ്നേഹം. അതുകൊണ്ട് ഇല്ലേ, വിശ്വാസം എന്ന് പറയുന്ന അതിവിശുദ്ധ വിശ്വാസം, നമ്മിലേക്ക് പകർന്നിരിക്കുന്ന വിശ്വാസം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ വളരെ വിശദീകരിച്ചതാണ്. അതിവിശുദ്ധ വിശ്വാസം. പ്രത്യാശ എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ കരുണയ്ക്കായി കാത്തിരിക്കുന്ന പ്രത്യാശ. ദൈവത്തിൻ്റെ കരുണയ്ക്കായി കാത്തിരിക്കുന്ന പ്രത്യാശ. സ്നേഹമെന്നിവിടെ അറിയിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹം, നമ്മിൽ പകർന്നിരിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹം. ഇങ്ങനെ 2 ത്രയങ്ങൾ കൂട്ടിച്ചേർത്താണ് ഈ വാക്യത്തിൻ്റെ വിശദീകരണം യൂദ ഇവിടെ നൽകുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, അതല്ല നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ നമ്മെ മുന്നോട്ട് നയിക്കുന്ന ഘടകങ്ങളാണ് വിശ്വാസവും പ്രത്യാശയും സ്നേഹം. ഇതാണ് നമ്മളിവിടെ കണ്ടത്. അപ്പോൾ നമ്മെ തന്നെ പണിയണം. ബിൽഡിംഗ് അപ്പ് യുവർ സെൽഫ്. വചനത്താൽ പണിയണം, ആത്മാവിൽ പ്രാർത്ഥിച്ച് പണിയണം, ദൈവസ്നേഹത്തിൽ നമ്മെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് പണിയണം. ഇനി മറ്റുള്ളവരെ പണിയേണ്ട കാര്യം ഒന്ന് തുടങ്ങി വയ്ക്കാം. അടുത്ത 1 ക്ലാസ്സോ 2 ക്ലാസ്സോ കൊണ്ട് തീർക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നു. 2 ക്ലാസ്സും കൂടെയാണ് ഞാൻ ചോദിച്ചു വാങ്ങിയിട്ടുള്ളത്. കാരണം ഇനിയും അങ്ങോട്ട് എനിക്ക് നീട്ടാനായിട്ടുള്ളൊരു താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇതങ്ങ് എടുത്ത് തീർക്കുക എന്നുള്ള ഒറ്റൊരു ആഗ്രഹം കൊണ്ട് ഞാൻ അങ്ങോട്ട് ഇനിഷ്യേറ്റീവ് എടുത്താണ് ഈ ക്ലാസ്സുകൾ വാങ്ങിയിരിക്കുന്നത്. അടുത്ത ഘടകത്തിലേക്ക് പോകാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെ അത് പറഞ്ഞതാണ്. എന്താണ്? നമ്മെ തന്നെ പണിഞ്ഞാൽ മാത്രം പോരാ. പിന്നെയോ മറ്റുള്ളവരെയും പണിയണം. അതെങ്ങനെയെന്നുള്ളതാണ് അടുത്ത പണി. 22-23 വാക്യങ്ങൾ, യൂദയുടെ ലേഖനം 22-23 വാക്യങ്ങൾ. അതിൽ എല്ലാം നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയുകയില്ല. 22-23 വാക്യങ്ങൾ. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുവിൻ, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പിൻ. ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിൻ. കരുണ ചെയ്വിൻ, വലിച്ചെടുത്ത് രക്ഷിപ്പിൻ, കരുണ കാണിപ്പിൻ. ഈ കാര്യങ്ങളാണ് നമ്മൾ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. മനസ്സിലാവും? നമ്മെ തന്നെ പണിയുന്ന ഒരു കാര്യമായിട്ടിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരോടുള്ള ബന്ധത്തിലാണ് ആ കാര്യം നടക്കുന്നത് അല്ലേ? some have mercy or compassion, making a difference എന്ന് KJV-യിലുണ്ട്. who are doubting എന്ന് മറ്റൊരു ട്രാൻസ്ലേഷനിലും കാണാനായിട്ട് കഴിയും. ചിലരെ തീയിൽ നിന്നും വലിച്ചെടുത്ത് രക്ഷിപ്പിൻ. ആൻഡ് അതേഴ്സ് സ്നാച്ചിങ് ദം ഔട്ട് ഓഫ് ദ ഫയർ. അടുത്ത് ജഡത്താൽ കറപിടിച്ച അങ്കി പോലും പകച്ചുകൊണ്ട് ചിലർക്ക് ഭയത്തോടെ കരുണ കാണിപ്പിൻ. ആൻഡ് സം ഹാവ് mercy, hating even the garments spotted by flesh. വളരെ വളരെ ചിന്തനീയമായ 3 കാര്യങ്ങളാണ്. മറ്റുള്ളവരോട് ചെയ്യേണ്ട 3 വ്യത്യസ്ത കാര്യങ്ങളാണ്. മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ ചെയ്യുവാൻ നമ്മെ പ്രബോധിപ്പിക്കുന്നതാണ്. കരുണ ചെയ്യണം, എടുക്കേണ്ടിടത്ത് നിന്ന് വലിച്ചെടുക്കണം, കരുണ കാണിക്കണം. ആദ്യത്തത് പറഞ്ഞു തീർക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരുപക്ഷെ 5 മിനിറ്റോ വല്ലോ മുന്നോട്ട് പോയാൽ എന്നോട് ക്ഷമിക്കുക. സംശയിക്കുന്നവരായ ചിലരോട് കരുണ ചെയ്യുക. ഇതും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടല്ല. ഈ സംശയിക്കുന്നവരെന്ന് പറഞ്ഞാൽ സ്ഥിരതയില്ലാത്ത ദേഹികൾ. അത് പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ആ പ്രയോഗം നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞല്ലോ, പത്രോസിൻ്റെ 2-ാമത്തെ ലേഖനവും ഇതും തമ്മിൽ വളരെ ബന്ധമുണ്ട്. അതിൻ്റെ 2-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ സ്ഥിരതയില്ലാത്ത ദേഹികൾ എന്നുള്ള ഒരു പ്രയോഗം നമുക്ക് കാണാനായിട്ട് കഴിയും. അവരാണ് സംശയിക്കുന്നവർ.
ഇങ്ങനെയുള്ളവരെ വശീകരിക്കാൻ ആർക്ക്? വിശ്വാസത്തിന് വേണ്ടി പോരാടുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രതിപാദ്യ വിഷയം. വിശ്വാസത്യാഗികൾക്ക്, ദുരുപദേഷ്ടാക്കൾക്ക് ഈ സംശയിക്കുന്നവരെ സ്വാധീനിക്കാൻ ഭയങ്കര എളുപ്പമാണ്. മനസ്സിലാക്കുന്നുണ്ടല്ലോ? ഭയങ്കരമായ എളുപ്പമാണ്. അതുകൊണ്ട് അവരോട് കരുണ ചെയ്യണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നത്. ഈ യോഹന്നാൻ എഴുതിയ 2-ാമത്തെ ലേഖനം, അതിൻ്റെ 10-11 വാക്യങ്ങൾ, ഒരധ്യായമല്ലേ ഉള്ളൂ. 2-ാമത്തെ ലേഖനം 10-11 വാക്യങ്ങളിൽ അവിടെ പറയുന്നുണ്ട്, ദുരുപദേഷ്ടാക്കളോട് നിങ്ങൾക്ക് യാതൊരു കരുണയും വേണ്ട. ദുരുപദേഷ്ടാക്കളോടും അവരുടെ ദുരുപദേശങ്ങളോടും, ദൈവവചനത്തിൽ അധിഷ്ഠിതമല്ലാത്ത, ദൈവവചനത്തിന് അത് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞതാണ്. അതാണല്ലോ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം. അതൊക്കെ ദുരുപദേശങ്ങളാണ്. ദൈവവചനത്തിന് പുറത്തുള്ളതെല്ലാം ദുരുപദേശമാണ്. അപ്പം അങ്ങനെ പഠിപ്പിക്കുന്നവരോടും അതുകൊണ്ട് നടക്കുന്നവരോടും നമുക്ക് യാതൊരു കരുണയുടെ ആവശ്യമുണ്ടോ? ഇല്ല. അത് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ തന്നെ പറയുന്നുണ്ട്. ഒരുത്തൻ ഈ ഉപദേശവും കൊണ്ടല്ലാതെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനനഭരണം, ഒരു പുനരുത്ഥാനത്തെ അടിസ്ഥാനമാക്കിയ കർത്താവിനെ ദൈവപുത്രനെന്ന് അംഗീകരിക്കാത്ത ഉപദേശവും കൊണ്ട് ആരെങ്കിലും നിങ്ങളുടെ അടുക്കൽ വന്നു എങ്കിൽ അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. അവനോട് കുശലം പറയരുത്. അവന് കുശലം പറയുന്നവൻ അവൻ്റെ ദുഷ്പ്രവർത്തികൾക്ക് കൂട്ടാളിയാണ്. ദുരുപദേഷ്ടാക്കളോട് യാതൊരുവിധ സൗഹാർദ്ദവും പാടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. അവരുമായിട്ട് യാതൊരു കോംപ്രമൈസും ഇല്ല. നമ്മൾ കരുണ കാണിക്കുന്നതിനുള്ള ബന്ധത്തിൽ ഇവിടെ പറയുന്ന സംശയിക്കുന്നവരായ ചിലരോട് കരുണ കാണിക്കണം. അപ്പം ഈ സംശയിക്കുന്നവരെ വശത്താക്കാനായിട്ട് ദുരുപദേഷ്ടാക്കൾക്ക് ദുരുപദേശങ്ങൾ കൊണ്ട് പെട്ടെന്ന് കഴിയും സംശയിക്കുന്നവരെ വശത്താക്കാൻ. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഈ ദുരുപദേശവും കൊണ്ടുവരുന്ന ദുരുപദേഷ്ടാക്കൾ ആയവരുമായിട്ട് നമ്മൾ യാതൊരു കോംപ്രമൈസിനും തയ്യാറാകരുത്. ഒരു കോംപ്രമൈസും പാടില്ല. ദുരുപദേഷ്ടാക്കളുടെ ഉപദേശത്തിൽപ്പെട്ട് സംശയിച്ച് നിൽക്കുന്ന ചിലരുണ്ട്. അവർ ദുരുപദേഷ്ടാക്കളല്ല. എന്താ ബിജു, മനസ്സിലാകുന്നുണ്ടോ ഇത്? ദുരുപദേഷ്ടാക്കളോട് നമുക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല. എന്നാൽ ദുരുപദേശത്തിൽപ്പെട്ടിങ്ങനെ സംശയിച്ച് നിൽക്കുന്ന, അതാണോ ഇതാണോ എന്നിങ്ങനെ സംശയിച്ച് നിൽക്കുന്ന ചിലരുണ്ട്. അവരെ നമ്മൾ എന്ത് ചെയ്യണം? അവരോട് കരുണ കാണിക്കണം. എങ്ങനെ കരുണ കാണിക്കണം? ശരിയായ ഉപദേശം, വചന പരിജ്ഞാനവും നൽകി അവരോട് കരുണ കാണിക്കണം. അവരെ കടൽത്തിര, വിവിധ ഉപദേശത്താൽ അലയുന്ന കടൽത്തിര പോലെ എന്നൊരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. അതിൽ നിന്നും നമ്മൾ മാറ്റി അവരെ വചനത്തിൽ ഉറപ്പിച്ച് അവരെ തിരികെ യഥാർത്ഥ ഉപദേശത്തിലേക്ക്, ശരിയായ വചനത്തിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരണം. അവരോട് നിങ്ങൾ അവൻ്റെ പുറകെ അവൻ ഇങ്ങനെ നടക്കുകയാണ്, അവൻ ആ ഉപദേശം പിടിച്ചുകൊണ്ടാണ് നടക്കുന്നതെന്ന് അവനെ അങ്ങനെ തള്ളിക്കളയാനായിട്ട് പാടില്ല. അവൻ ദുരുപദേഷ്ടാവല്ല, അവൻ ദുരുപദേശത്തിൽ പെട്ടിങ്ങനെ ഉഴന്ന് നടക്കുന്നവനാണ്. അവരോട് നാം കരുണ കാണിക്കണം. അവരെ നമ്മൾ മടക്കി കൊണ്ടുവരണം. അവരെ നിങ്ങൾ വെറുക്കരുത്. സ്നേഹത്തോടെ പെരുമാറി സൗമ്യതയുടെ ആത്മാവിൽ അവരെ യഥാസ്ഥാനപ്പെടുത്തണമെന്നാണ് ഇവിടെ ഉദ്ബോധിപ്പിക്കുന്നത്. ഗലാത്യർക്കെഴുതിയ ലേഖനം 6-ാം അധ്യായം 1-ാമത്തെ വാക്യം. വല്ല സഹോദരനും തെറ്റിൽ അകപ്പെട്ടു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന? സൗമ്യതയുടെ ആത്മാവിൽ നിങ്ങൾ അവരെ യഥാസ്ഥാനപ്പെടുത്തണം. ഇതാണ് കരുണ കാണിക്കുക. ഇങ്ങനെയുള്ളവർ നമ്മുടെ ഇടയിലുണ്ട്. ബ്രദറൻ സമൂഹത്തിൻ്റെ ഇടയിലുണ്ട്. പെന്തക്കോസ്ത് സമൂഹത്തിലുണ്ട്. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവർ ശരിയായ ഉപദേശം എന്താണ്, ശരിയായ വചനം എന്താണെന്നറിയാതെ ഇങ്ങനെ ഉഴന്നു നടക്കുന്നവരുണ്ട്. അവരെ നമ്മൾ വചനത്തിൽ പഠിപ്പിച്ച് അവർക്ക് യഥാർത്ഥ വചനം മനസ്സിലാക്കി കൊടുത്ത് അവരോട് കരുണ കാണിക്കണം. അവരെ നിങ്ങൾ തള്ളിക്കളയരുത്. അവരെങ്ങനെയും പോട്ടെ എന്ന് വിചാരിക്കരുത്. അതിനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അങ്ങനെ നമ്മൾ കരുണ കാണിക്കണമെന്നാണ്. അതേസമയം വിശ്വാസികൾ ഒരിക്കലും സംശയാലുക്കളാകാനായിട്ട് പാടില്ല. നമ്മൾ സംശയം വെച്ചുകൊണ്ട് സംശയിക്കുന്നവനെ ശരിയാക്കാൻ പറ്റുമോ? എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് ഉറപ്പ് വേണം, അല്ലേ? ആ ഉറപ്പ് നമ്മളെ തന്നെ വചനത്താൽ പണിത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ദൈവസ്നേഹത്തിൽ നിലകൊണ്ടുകൊണ്ട് നമ്മൾ ആ ഉറപ്പ് പ്രാപിക്കണം. പ്രാപിച്ചിട്ട് സംശയിക്കുന്നവരോട് കരുണ കാണിക്കണം.
യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഒരിക്കലും സംശയാലുക്കളാകരുത് എന്നാണ് വിശ്വാസികളെ പ്രബോധിപ്പിക്കുന്നത്. ജ്ഞാനം കുറവായവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. എല്ലാവർക്കും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ അത് ഇങ്ങനെയൊക്കെ ആകാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ തോന്നും. അപ്പോഴും നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് നമ്മുടെ ദൈവികമായ ജ്ഞാനത്തിൻ്റെ കുറവാണ്. ആ ജ്ഞാനം കുറവായവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. എന്നിട്ടവിടെ പറയുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാക്യം, അല്ലേ? സംശയിക്കുന്നവൻ എങ്ങനെയുള്ളവനാണ്? കാറ്റടിച്ചലയുന്ന കടൽ തിരയ്ക്കു സമൻ. അങ്ങനെയുള്ള ഒരു വിശ്വാസവും അങ്ങനെയുള്ള ഒരു ജീവിതവും അങ്ങനെയുള്ള ഒരു ആത്മീയതയും നമ്മുടെ ജീവിതത്തിൽ പാടില്ല. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്കു സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇങ്ങനെ സംശയിച്ച് എന്നിട്ട് അവിടെ പറയുന്നുണ്ട്, ഇരുമനസ്സുള്ളവൻ തൻ്റെ സകല വഴികളിലും അസ്ഥിരൻ. ഇതാണോ അതാണോ, ഇത് പിടിക്കണോ അത് പിടിക്കണോ, അത് ചെയ്യണോ ഇത് ചെയ്യണോ, അങ്ങനെയല്ല. ദൈവവചനത്തിലുള്ള ഉറപ്പ് പ്രാപിച്ച് ദൈവമേ എനിക്ക് വെളിപ്പെടുത്തണം, ഏതാണെന്ന് വെളിപ്പെടുത്തി അതിനെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവവചനത്തിൽ അധിഷ്ഠിതമായി ആ സംശയങ്ങളെയൊക്കെ മാറി പാറമേൽ പണിയുന്ന വീട് പോലെ ഉറച്ചു നിന്നുകൊണ്ട് നാം സംശയിക്കുന്നവരോട് കരുണ കാണിക്കണം. നാം തന്നെ സംശയിക്കുന്നവരായിട്ട് നിന്നാൽ പറ്റില്ല. നമ്മുടെ സംശയങ്ങളൊക്കെ നീക്കിയിട്ട് നാം ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ വചനത്തിൽ സംശയമില്ലാത്തവരായി ഉറപ്പുള്ളവരായിട്ട് തീർന്നുകൊണ്ട് സംശയിക്കുന്നവരോട് നമ്മൾ കരുണ കാണിക്കണം. അവരെ സ്ഥിരപ്പെടുത്തണം, അവരെ ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരണം. സംശയിക്കുന്നവരോട് മനസ്സലിവ് തോന്നണം. കർത്താവ് കാണിച്ച മനസ്സലിവ് തന്നെയാണ് അവരോട് നമുക്ക് സ്പെഷ്യൽ കെയർ ഒക്കെ കൊടുക്കേണ്ടി വരും. സ്പെഷ്യൽ കെയർ, അല്ലേ? ഈ കർത്താവ് പറഞ്ഞ സ്നേഹത്തിൻ്റെ ഉപമകളാണ് നഷ്ടപ്പെട്ടവയെക്കുറിച്ചുള്ള. അതിൽ പറയുന്ന പല ഉപമകളുണ്ട്. 100 ആട്, 1 നഷ്ടപ്പെട്ടു. 100 ആട്, അതിലൊന്ന് നഷ്ടപ്പെട്ടു. എന്താ ചെയ്തത്? 99നെയും അതിന് കുഴപ്പമൊന്നുമില്ല, വിട്ടേച്ച് 1നെ തേടിപ്പോയി. അതിങ്ങനെ വള്ളിയിലേക്ക് ചുറ്റി കിടക്കുക, അതിന് വഴിയെറിഞ്ഞുകൂടാതെ വിഷമിക്കുകയാണ്. അതാണ് കരുണ. സംശയിക്കുന്നവരോട് കരുണ തോന്നണം, മനസ്സലിവ് ഉണ്ടാകണം. ഈ പത്രോസിൻ്റെ ആവേശം നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. പത്രോസിൻ്റെ ആവേശം, അവർ കപ്പലിൽ ബോട്ടിലൂടെ സഞ്ചരിച്ചു പോവുകയാണ്. കാറ്റടിച്ചു, അവർ ഭയങ്കരമായിട്ട് സംശയിച്ചു എന്ന് പറഞ്ഞാൽ തീർന്നത് തന്നെ. അപ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു കടലിൻ മീതെ നടന്ന് വന്ന്, അപ്പോൾ കർത്താവ്, ഞാനാണെന്ന് നിങ്ങൾ ഭ്രമിക്കരുത്, പേടിക്കരുത്, അങ്ങാകുന്നുവെങ്കിൽ ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് വരുവാൻ കൽപ്പിക്കാം, വന്നോ. എനിക്ക് കൽപ്പന കുഴപ്പമൊന്നും, വന്നോ. എന്താ സംഭവിച്ചു ജെറമ്യാ? താന്നുപോയി, അല്ലേ? ചില അടികൾ അങ്ങോട്ട് വെച്ചപ്പോൾ താന്നുപോയി. അയ്യോ പത്രോസേ, താന്നു പോണു. നോക്കിക്കൊണ്ടിരുന്ന കർത്താവ്, നോക്കിക്കൊണ്ടിരുന്നോ? അയ്യോ, അവനിങ്ങനെ താന്നു പോവുകയാ. കർത്താവ് അങ്ങോട്ട് ചെന്ന് അവൻ്റെ കൈക്ക് പിടിച്ച തിരമാലയുടെ മുകളിലേക്ക് ഉയർത്തി നിർത്തിയിട്ട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു? അല്പവിശ്വാസിയെ, നീ എന്തിനു സംശയിച്ചു? നമ്മുടെ വിശ്വാസം സംശയമില്ലാത്ത വിശ്വാസമായിരിക്കണം. നമ്മുടെ വചനത്തിലെ കാര്യങ്ങളൊക്കെ സംശയങ്ങളെല്ലാം തീർത്തു വേണം ശരിക്കും മുന്നോട്ട് പോകേണ്ടത്. അതിന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ശരിയായി വഴി നടത്തുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഒരു ഉപദേശം കേൾക്കുമ്പോൾ, ഈ വിശ്വാസത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് പറഞ്ഞു പോകും, അതുകൊണ്ട് ഞാനതവിടെ നിർത്തട്ടെ. ഒരു ഉപദേശം കേൾക്കുമ്പോൾ അത് വചനപ്രകാരം അങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിച്ച് സംശയ നിവാരണം വരുത്തേണ്ടത് നമ്മുടെ എല്ലാം ഒരു കടമയാണ്. ബെരോവയിലെ വിശ്വാസികളെ കുറിച്ച് അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ സംഗ്രഹിച്ചത് കൂടാതെ ദിനംപ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നു ഇല്ലേ? ഞാൻ യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ നിന്നൊരു വാക്യവും കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചതാണ്. ഞാൻ നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു.
അതെനിക്ക് ആനന്ദമാ, അതെനിക്ക് സന്തോഷമാ. അങ്ങനെ നാം സംശയ നിവാരണം വരുത്തണം. ഒരു വ്യക്തിയെയോ കുടുംബത്തെയോ സഭയെ ഹനിക്കുന്ന ഉപദേശങ്ങൾ തള്ളിക്കളയണം എന്ന് മാത്രമല്ല, എല്ലാ വിശ്വാസികളെയും പ്രബോധിപ്പിക്കുന്ന ഒരു കാര്യമാണ്, സംശയിക്കുന്നവരായ ചിലരോട് കരുണ കാണിപ്പിൻ. അവർ ശിശുക്കളാണെന്ന് ഉള്ള ബോധം നമുക്കുണ്ടാകണം. അവർ എന്തുകൊണ്ട് സംശയിക്കുന്നു? അവർ ശിശുക്കളായതുകൊണ്ടാണ് അങ്ങനെ സംശയിക്കുവാനായിട്ട് കാരണമായി തീർന്നത്. അതുകൊണ്ട് അവരെ സ്നേഹിക്കണം, അവരെ വചനാടിസ്ഥാനത്തിൽ അവരെ ഉയർത്തിക്കൊണ്ടുവരണം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കുവാനായിട്ട് പറയണം. കഴിഞ്ഞ ഒരു ദിവസം ഇത്തരത്തിലുള്ള ഒരു സാക്ഷ്യം എനിക്ക് കേൾക്കുവാൻ തക്കവണ്ണം ഇവിടെയായി. ചിലർ ദൈവവചനത്തിലുള്ള സംശയങ്ങൾ കൊണ്ട്, അനാവശ്യമായ ചിന്തകൾ കൊണ്ട് അവർ പ്രത്യേകമായിട്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞ് വിട്ടിറങ്ങിയപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യത്തെ ഖണ്ഡിച്ചുകൊണ്ട് ഒരു യുവ സഹോദരൻ പറഞ്ഞ സാക്ഷ്യം എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ വിശ്വാസ വീരന്മാരുടെ പട്ടികളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ അവരെ അല്ല നോക്കേണ്ടത്, ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നുണ്ടെങ്കിലും ആരെ നോക്കാനാണ്? വിശ്വാസത്തിന്റെ നായകനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഞങ്ങൾ സൂക്ഷിച്ചു നോക്കണം. പിതാക്കന്മാരെ അല്ല നോക്കേണ്ടത്, കർത്താവായ യേശുക്രിസ്തുവിനെ നോക്കണം. പ്രിയമുള്ളവരെ, സംശയിക്കുന്നവരോട് നമ്മൾ കരുണ കാണിക്കണം, അവരെ ശരിയായ വഴിയിലേക്ക് നടത്തണം. റോമർക്കെഴുതിയ ലേഖനം ഒരല്പം മുന്നോട്ട് പോകാലല്ലേ, ഒരു 5 മിനിറ്റ് കൂടെ. റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ, സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവിൻ. ഇതാണ് കരുണ കാണിക്കുക എന്ന് പറഞ്ഞാൽ. വിശ്വാസത്തിൽ ബലഹീനനായവനെ തള്ളിക്കളയല്ലേ, അവനെ ചേർത്തുകൊള്ളണം. ഈ ഭാഗത്ത് പറയുന്നത് ആഹാരത്തിൻ്റെ പ്രശ്നമാണ് കേട്ടോ. റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൽ മുമ്പേക്ക് പറഞ്ഞു വരുന്നത് അത് ആഹാരത്തിൻ്റെ പ്രശ്നമാണ്. എന്നാൽ അവരെ നിങ്ങൾ വിധിക്കരുത്, അവരെ ചേർത്തുകൊള്ളുവാനായിട്ട് പ്രബോധിപ്പിക്കുക. റോമർക്കെഴുതിയ ലേഖനം 15-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. അശക്തരുടെ ബലഹീനതകളെ എന്ത് ചെയ്യണമെന്നാണ്? ആരെയും വിധിക്കാതെ ചേർത്തുകൊള്ളണമെന്ന് പ്രബോധിച്ചതിന് ശേഷം പറയുകയാണ്, ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കണം. ആ ബലഹീനതകളെയൊക്കെ നമ്മൾ വഹിക്കണം, അതിനെയൊക്കെ ഉൾക്കൊള്ളുവാനുള്ള ഉൾക്കരുത്ത് നമുക്കുണ്ടാകണം. അങ്ങനെ ഉൾക്കരുത്തുണ്ടാക്കിക്കൊണ്ട് നമ്മൾ അവരെ കൂടെ താങ്ങണം. തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 5-ാമത്തെ അധ്യായം 2 തെസ്സലോനിക്കർ 14-ാം വാക്യത്തിലാണെന്ന് തോന്നുന്നു, ബലഹീനരെ താങ്ങുവിൻ എന്നൊരു പ്രയോഗമുണ്ട്. ബലഹീനരെ താങ്ങുവിൻ. നമ്മുടെ അറിവ് ഒരു ബലഹീനൻ്റെ സഹോദരൻ്റെ നാശത്തിന് കാരണമായി തീരരുത്. അതിനെ ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ട് മറ്റുള്ളവനെ തള്ളിക്കളയുന്ന ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അവൻ്റെ അറിവ് കുഴപ്പമാണ്, അവൻ്റെ പരിജ്ഞാനത്തിൻ്റെ കുഴപ്പമാണ്. അതുകൊണ്ട് നമ്മൾ അവനെ തള്ളിക്കളയാനല്ല പറഞ്ഞിരിക്കുന്നത്, അവനെയും ചേർത്തുകൊള്ളണം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8-ാം അധ്യായം 11-12 വാക്യങ്ങൾ, ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ ആ ബലഹീന സഹോദരൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ചു പോകുന്നു. ഇങ്ങനെ സഹോദരന്മാരുടെ നേരെ പാപം ചെയ്ത് അവരുടെ ബലഹീന മനസ്സാക്ഷിയെ ദണ്ഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു. അങ്ങനെയുള്ളവരെ ഉൾക്കൊള്ളാതെ, അവരെ തള്ളിക്കളഞ്ഞ്, അവരെ അവഗണിച്ചുകൊണ്ട്, ഇഗ്നോർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ ആരോട് പാപം ചെയ്യുന്നു? ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു. ആഹാര കാര്യത്തിലാണെങ്കിൽ പോലും ഒരു ബലഹീന വിശ്വാസിയെ ദണ്ഡിപ്പിക്കാനായിട്ട് പാടില്ല. ഈ പൗലൂസ് അവിടെ പറയുന്നുണ്ടല്ലോ, ഈ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലാണെന്ന് തോന്നുന്നു, ആർക്കെങ്കിലും ഞാൻ മാംസാഹാരം കഴിക്കുന്നത് ഇടർച്ച വരുത്തുന്നുവെങ്കിൽ ഞാൻ മാംസാഹാരം കഴിക്കില്ല. പ്രശ്നം തീർന്നില്ലേ? എന്തിനു വേണ്ടിയാ? എനിക്ക് മട്ടൺ വളരെ ഇഷ്ടമാണ്, പക്ഷേ അത് കഴിക്കുന്നത് ഒരു ബലഹീന വിശ്വാസിക്ക് ഇടർച്ച വരുത്തുന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കുന്നില്ല. ഇതിൻ്റെ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? വചനത്തിന് വിരുദ്ധമല്ലാത്ത, വചന സത്യങ്ങളോട് ഒരു കോംപ്രമൈസും വേണ്ട, വചനത്തിന് വിരുദ്ധമല്ലാത്ത ഒരു കാര്യത്തോട് കോംപ്രമൈസ് ചെയ്യുവാൻ നാം മടിക്കരുത്.
അതൊരു സഹോദരനെ നേടുന്നതായാൽ പോലും അതങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അങ്ങനെ തന്നെ ചെയ്യണം. ബലഹീനന്മാരെ 1 കൊരിന്ത്യർ 9:22 ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി, ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. ഉപദേശ സത്യങ്ങളിൽ വിട്ടുവീഴ്ച വരുത്താതെ ഒരു ബലഹീന വിശ്വാസിക്ക് വേണ്ടി, ഒരു പാപിക്ക് വേണ്ടി ചെയ്യാവുന്നതെല്ലാം ചെയ്യുവാൻ നാം കെൽപ്പുള്ളവരും കരുണയുള്ളവരുമായിരിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ വാക്യം 1 തെസ്സലോനിക്കർ 5:14 ഒരു വിശ്വാസിയെക്കുറിച്ച് ക്രിസ്തുയേശുവിലുള്ള ദൈവ ഇഷ്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു വരികയാണ്. അവിടെ ഏതാണ്ട് 9-10 കാര്യങ്ങളുണ്ടെന്നാണ് തോന്നുന്നത്. ആ 9-10 കാര്യങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നതാണ്, ബലഹീനരെ താങ്ങുവിൻ. ബലഹീനരെ താങ്ങുവിൻ, അവരെ അവഗണിക്കരുത്. റോമർക്കെഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 12 അധ്യായം നിങ്ങൾ കർത്താവിൻ്റെ ശരീരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുന്നുണ്ട്, ഒരു ശരീരത്തിന് ബലഹീനതയാണെങ്കിൽ നിങ്ങൾ അതിനെ തള്ളിക്കളയരുത്, അതിനെ താങ്ങണം. അത് കരുണ കാണിക്കുന്നതിന് തുല്യമാണ്. തെറ്റിപ്പോകുന്നവരെ തള്ളിക്കളയാനായിട്ട് എളുപ്പമാണ് അല്ലേ? വളരെ എളുപ്പം. അവൻ പോട്ടനെ, ഞാനിവിടെ വേറെ ഒന്നും മനസ്സിൽ വെച്ചല്ല കേട്ടോ പറയുന്നത്. നിങ്ങൾ ചിലർ വിചാരിക്കും എന്തൊക്കെ അവൻ മനസ്സിൽ വെച്ചിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള വിചാരമില്ല. ദൈവവചനം ചിന്തിച്ചപ്പം കിട്ടിയ ആലോചനകൾ മാത്രമാണ്. ഇതുള്ള ബന്ധം ചില കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിലും സാഹചര്യം അത് അത്ര അനുയോജ്യമല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ ഞാൻ അതൊക്കെ പറയും. ബലഹീനരെ താങ്ങണം. സംശയിക്കുന്ന ചിലരോട് കരുണ ചെയ്യുവിൻ. അവരെ തള്ളിക്കളയുവാനായിട്ട് പറയുന്നില്ല, അവരെ ഒഴിച്ചുവിടുവാനായിട്ട് പറയുന്നില്ല. അവരെ താങ്ങണം. പ്രിയമുള്ളവരെ, നാം മറ്റുള്ളവരെ പണിയേണ്ടത് എൻ്റെ ഒരു ഘടകമാണ് പറഞ്ഞത്. അടുത്ത 2 കാര്യങ്ങളൂടെ ഉണ്ട്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ അവരെയും സഹായിക്കുമാറാകട്ടെ.